ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. സേമിയ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത സേമിയയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. സേമിയ ഈ ഓയിലിൽ നമുക്ക് വറുത്തെടുക്കാം. വറുത്ത സേമിയയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സേമിയ വറുത്ത ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കളർ ചേഞ്ച് ആയാൽ മാത്രം മതിയാകും കേട്ടോ. ഇപ്പോൾ സേമിയ വറുത്ത് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത സേമിയ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് സേമിയ വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. ഒരു 80% കുക്കായാൽ മാത്രം മതിയാകും. സേമിയ ഓവറായിട്ട് കുക്കായാൽ സ്റ്റിക്കി ആകും. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ സേമിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ സേമിയ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഉഴുന്നും പൊട്ടുകടലയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉണക്കമുളക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വന്നപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്ത സവാളയാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയ സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ സൈസിലുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ബീൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 5 ബീൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് ഗ്രീൻ പീസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസിന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഉപ്പുമാവ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ക്രഞ്ചിനെസ് ആയിട്ട് ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വെജിറ്റബിൾസ് നമുക്ക് ഒരു 3-4 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സേമിയ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും കുഴഞ്ഞു പോകാതെയും ഒട്ടിപ്പിടിക്കാതെയുമാണ് സേമിയ ഉപ്പുമാവ് കിട്ടിയിട്ടുള്ളത്. ഈ രീതിയിൽ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സേമിയ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും എല്ലാം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സേമിയ ഉപ്പുമാവ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ.
എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.